ഹലോ ഗൈസ്, അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ഡേ മൈ ലൈഫ് ചെയ്താലോ വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുക ഞാൻ വലിയ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കുറേ കാലത്തിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ അല്ല സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പം നമ്മുടെ കുളിയും തേവാങ്കം അങ്ങനെ എന്തോ ഉണ്ട്. ആ സംഭവമൊക്കെ കഴിഞ്ഞു. കാരണം എന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാത്തൊരു പോലെയും കുളിക്കാത്ത ഇരുന്നിട്ടുണ്ടെങ്കിൽ കുളിച്ചവരെ പോലെയൊക്കെ തോന്നും എൻ്റെ ഫ്രണ്ട്സിന്. കാരണം ഞാൻ കുളിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പറയും, ഒന്നെന്താ കുളിച്ചിക്കൂടെ, നല്ല മേനുണ്ടല്ലോ കാണാനെന്നൊക്കെ പറയും. കുളിക്കറിയില്ലല്ലോ കുളിക്കാത്തൊക്കെ എന്താ ചെയ്യുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊന്നും പറയാമല്ലോ. എനിക്ക് പൂരം വറുത്താനിട്ടും ഓരോ സാധനങ്ങൾ കൊടുന്നു. പിന്നെ തിന്നില്ല, വേറെ നിർത്തില്ല. പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അതും കട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ പൂരത്തിന് വാങ്ങിയിട്ടുള്ളൊരു മാലയാണ് 20 രൂപയുള്ളൂ. പക്ഷെ നല്ല മേച്ചുണ്ട് ഇതിന്. ഔട്ട്ഫിറ്റിന് എന്താ ചെയ്യുക, ഔട്ട്ഫിറ്റ് എന്ന് പറയാൻ മാത്രമുള്ള ഔട്ട്ഫിറ്റൊന്നുമല്ല ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെടികളൊക്കെ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഭയങ്കര വളർച്ചയും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എനിക്ക് ചെടികളൊക്കെ വെള്ളം നനയ്ക്കുക ഒരു മൂഡ് ഉണ്ടാവില്ല നമുക്ക്. അതുണ്ടെങ്കിൽ മാത്രം ഞാനതൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെ കണ്ടില്ല, രാവിലെ തന്നെ കിളിപോയ അവസ്ഥയിലാണ് ചേച്ചി ഇരിക്കുന്നത്. കിളിപോയവരുടെ കൂടെ ജീവിക്കുമ്പോൾ എന്തായാലും നമ്മളെയും കിളി പോകും. കാരണം ചന്ദനം മണക്കും, ചാണകം മണക്കും, പ്രത്യേകിച്ചൊന്നും മണക്കല്ല അവിടെ. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കളർ കറക്റ്ററാണ്. ഡേമയുടെ ഒരു കളർ പാലറ്റാണ്. നമ്മളെ എന്താ പറയുക, കൺസീലറായിട്ട് യൂസ് ചെയ്യാം, കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് നമ്മളെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്കാണ് നമുക്ക് ഈ ഒരു കളർ കറക്റ്റർ യൂസ് ആവുക. കാരണം അവർക്ക് ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാണ്ടാക്കാം. ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വേസ്റ്റൊക്കെ ഒന്നായിട്ട് തള്ളിയിട്ടുള്ള വീഡിയോ എടുക്കണമെന്നല്ല. സംഭവം ഞങ്ങൾ ഇന്ന് മന്തി വാങ്ങിയതാണ്. മന്തി വാങ്ങിയപ്പോൾ മന്തി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളിത് ഇങ്ങനെ കഴിക്കാനുള്ള ഒരു പുറപ്പാടിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മന്തിയൊക്കെ കൂടി ഇങ്ങനെ സെറ്റാക്കിയിട്ട് കഴിക്കല്ലേ. അങ്ങനെ നമുക്ക് പ്ലേറ്റ് വാങ്ങാൻ മറന്നു. പ്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വേഗം ഓടി. പ്ലേറ്റ് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ മൊത്തം പോയത് വേറെ എന്തൊക്കെയൊക്കെയാണ്. പ്ലേറ്റ് വാങ്ങാൻ മറന്നു. ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. പ്ലേറ്റൊക്കെ വാങ്ങി ഞങ്ങൾ പോയിട്ട് വേറെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിട്ടു. ഒക്കെ സെറ്റായിട്ട് കഴിക്കാനിരുന്നു ഞങ്ങൾ. അങ്ങനെ ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നു, അത് അവരായിട്ടങ്ങ് തീർക്കുക. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. കിഴക്കായിരുന്നത് ഓർമ്മയുള്ളൂ. നോമിന് പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ടില്ല ഇരുന്ന് വിളിക്കണം, ഫുഡ് പോയിസൺ അടിച്ചിരിക്കണം. ഓട്ടർഷക്കാരൻ ഞങ്ങളെ കൊണ്ട് മടങ്ങി കൊടുക്കും. കാരണം സൺഡേ ആണ്, ഒരു ഹോസ്പിറ്റലും ഇല്ല. എന്താ ചെയ്യാ, ഏതാ ചെയ്യാ. ഹലോ, അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും. അപ്പോൾ കാര്യങ്ങളിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് 37. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ഛോ. എന്റെ അനന്തരം ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തിക്കൊടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, എന്തപ്പോൾ ഉണ്ടായി ഒന്നും മനസ്സിലാവണില്ല. ഒക്കെ പെട്ടെന്നായിരുന്നു. കണ്ടില്ലേ, ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഇതാപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുക. ഇപ്പം ഒന്നും കണ്ടന്റ് ഉണ്ടാവില്ല വിചാരിച്ചത്. പക്ഷെ ഒന്നൊരു കണ്ടന്റ് ഉണ്ട്. പക്ഷെ പാവത്തിന് നല്ല 102 ഡിഗ്രി എന്തോ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ രാവിലെ ഇങ്ങനെ അന്തല്ലാത്തൊരു ഇരുത്തിരുന്നിരുന്നത്. എന്താ ചെയ്യാല്ലേ, ഓരോരുത്തർക്ക് പനി വരുന്നതും അസുഖം വരുന്നതും എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ. ചായ കുടിക്കാൻ നേരത്താണ് പുറത്ത് ഭയങ്കര ബഹളം. കാരണം നോക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടാണ് പുറത്ത്. എന്താ ചെയ്യുക, അവരെ സങ്കടപ്പെടുത്താൻ പറ്റുമോ, എന്നെ കാണാനായിട്ടുള്ള വിഷമത്തിലാണ്. അവരിങ്ങനെ എപ്പോഴും വരും. എൻ്റെ ഫാൻസാണ് കേട്ടോ. എന്താ ചെയ്യുക, കുട്ടികളെ കൊണ്ടുള്ള ഓരോ എന്താ ചെയ്യുക, സ്നേഹമാണ്, വേറെ ഒന്നും പറയാം. പിന്നെ എന്നെ കണ്ടപ്പോൾ അവർ അതാ താത്ത അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരടുത്ത് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റൊക്കെ ചെയ്യുക ഗൈസ്, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ അവരടുത്ത് പറഞ്ഞു. അവർ ഓക്കെ താത്ത ചെയ്യാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എന്നുണ്ടല്ലോ ഓളെ കണ്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓടി. കാരണം ഓളായിട്ട് താല്പര്യമില്ല അവർക്ക്. എന്താ ചെയ്യുക, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഡേ രാവിലെ ആവുന്നു, രാത്രി ആവുന്നു, എത്ര പെട്ടെന്നാൽ. രാത്രി മീൻകറിയും ചോറൊക്കെ കൂട്ടി കഴിച്ച് നിദ്ര പ്രാപിച്ചു കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ബായ്.